ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പർച്ചേസിന് ഇറങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ദാണ്ട് ഈ നാരങ്ങ ഇരിക്കുന്ന കണ്ടു. അപ്പം കുറേ നാളായി ഈ നാരങ്ങയുടെ അച്ചാറിട്ടിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ വിചാരിച്ചു എന്നാൽ ഇന്ന് ഈ ഒരു നാരങ്ങ വെച്ചിട്ട് അച്ചാറിടാമെന്ന്. ഇതിന് പല സ്ഥലത്തും പല പേരുകളാണ്. അപ്പം ഞങ്ങളുടെ അവിടെ പറയുന്നത് കറി നാരങ്ങ എന്നാണ്. ഇന്ന് ഞാൻ ഇടുന്നത് വേറെ മസാല ഒന്നും ചേർക്കാതെ ഉള്ള ഒരു വെള്ള കളറിലെ നാരങ്ങയാണ്. വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ എടുത്തത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കാന്താരി ടേസ്റ്റ് കൂട്ടും. നല്ല ടേസ്റ്റാണ് ഈ കറി നാരങ്ങ അച്ചാറിന്. കാരണം വേറെ നമ്മൾ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാന്താരി മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഇതെല്ലാം വഴറ്റിയെടുക്കാൻ വേണ്ടി വേണ്ടത് നമ്മുടെ കോക്കനട്ട് ഓയിലല്ല ഞാൻ എടുത്തത്. അതിന് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ഇതിന് ആവശ്യമായത് നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ വേണ്ടത് നമുക്ക് കായമാണ്, കായപ്പൊടി വേണം. പിന്നെ വേണ്ടത് ഉലുവാപ്പൊടിയാണ്, ഉലുവാപ്പൊടിയും. പിന്നെ അതേപോലെ തന്നെ കടുക് വറക്കാൻ കടുകും ആവശ്യമാണ്. ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കടുക് വറക്കാൻ വേണ്ടി. ആദ്യമേ നമ്മൾ കടുക് വറക്കണം. അപ്പം ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്: കടുക്, കായപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കാന്താരി, പിന്നെ വേണ്ടത് ഉലുവാപ്പൊടി, ഉപ്പ്. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ. പിന്നെ ഈ പറയുന്ന മാതിരി കോക്കനട്ട് ഓയിലല്ല ഞാൻ എടുത്തേക്കുന്നത്, നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. അച്ചാറിൻ്റെ ടേസ്റ്റ് നല്ലെണ്ണയാണ് എപ്പോഴും നല്ലത്. അപ്പം ഞാൻ ചീഞ്ചട്ടി ഒന്ന് ചൂടായപ്പം ഞാൻ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു. ആവശ്യമായ നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ആ എണ്ണ ഒന്ന് ചൂടാകണം, നല്ലോണം ചൂടാകണം. ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ആ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കാന്താരി ഉള്ളവർക്ക് കാന്താരി ഇടാം. അപ്പം ആവശ്യമനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. കാന്താരി ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, കാന്താരി ആഡ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റാണ് കാന്താരിക്ക്. അങ്ങനെ എൻ്റെ എണ്ണ ചൂടായപ്പം ഞാൻ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു. കാരണം നല്ലോണം ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇടാവൂ, ഇല്ലെങ്കിൽ അത് നമ്മൾ പൊട്ടി വരച്ച് ടൈം എടുക്കും. നല്ലോണം ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ടാൽ പെട്ടെന്ന് പൊട്ടി കിട്ടും. അതിലേക്ക് ആ എണ്ണയിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കാന്താരി ഇതെല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഞാൻ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല, കാരണം അച്ചാറിന് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഏറെ ഉള്ളത് നല്ലതാണ്, രുചിയാണ്. അപ്പം അതിനാവശ്യത്തിനനുസരിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. അതുകൊണ്ട് ഞാൻ ക്വാണ്ടിറ്റി പറയുന്നില്ല. അതൊരു കൈപ്പരുവത്തിന് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞ ആ എണ്ണയിലേക്ക് അരിഞ്ഞ് വെച്ച് നമ്മുടെ ഇതെല്ലാം കൂടെ ഞാൻ അതിൻ്റെ ഇട്ടിട്ട് ഇത് നല്ലോണം ചെറിയ തീയിലിട്ട് ഇത് നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കണം. ആ പച്ചക്കുത്ത് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ചക്കുത്തൊന്ന് മാറുന്നിടം വരെ നമ്മളിതിനെ നല്ലോണം ഒന്ന് വഴറ്റി നല്ല രീതിയിൽ ആക്കിയെടുക്കണം. ഒത്തിരി അങ്ങ് കരിയാനല്ല, ഒന്ന് ജസ്റ്റ് ഒരു വാടണം. അത് നമ്മൾക്ക് ആ ഒരു പച്ച മണം മാറുന്നത് നമുക്കറിയാം അതിൻ്റെ. അപ്പോൾ അതുവരെ നല്ലോണം നമ്മൾ നല്ലോണം വഴറ്റി നമ്മൾ എടുക്കണം. പച്ച മണം മാറിയില്ലെങ്കിൽ നമ്മുടെ അച്ചാറിനൊരു ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് നല്ലോണം വഴറ്റിയെടുക്കണം. വഴറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് പറഞ്ഞില്ല, ഇതിനകത്തോട്ട് നമ്മൾ മുളക് പൊടിയോ ഒന്നും ഇടുന്നില്ല. അച്ചാറാണ് ഞാൻ ഇടുന്നത്. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഇടുന്നത് കായപ്പൊടിയാണ്. ആവശ്യമായ കായപ്പൊടി ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം ഇടുന്നത് ഉലുവാപ്പൊടിയാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടു. ഇത് മിക്സ് ചെയ്യുക നല്ലോണം. ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഉലുവാപ്പൊടിയും കായവും ഞാൻ ഇട്ടത് അതിനകത്തേക്ക്. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് വേണ്ട ആവശ്യമായ ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്യണം. ഈ സമയത്ത് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. ശരിക്കും നമ്മുടെ അച്ചാറിനുള്ള സത്യത്തിൽ ഇത്രയുമേ ഉള്ളൂ. ഇതും ആ കായവും ഉലുവാപ്പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്ത് സോട്ടാകണം. അത് കഴിഞ്ഞതിന് ശേഷം ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആറാൻ വെക്കണം.
ഇത് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ നാരങ്ങയിലേക്ക് നമുക്ക് ഈ ഒരു ഗ്രേവി ഒഴിക്കുന്ന ഒരൊറ്റ ഇതോടെ ഉള്ളൂ. ഇത് ഇരിക്കും തോറും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ് നാരങ്ങ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉലുവപ്പൊടി, കായപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട ആ ഒരു മിക്സ് നമ്മൾ ഈ അച്ചാറിൻ്റെ പാത്രത്തിലേക്ക് നാരങ്ങ അരിഞ്ഞ് വെച്ചതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒഴിക്കുക. ആവശ്യമായ ഉപ്പ് ഓൾറെഡി, കാരണം നമ്മൾ അരപ്പിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പം വെള്ളമില്ല, അച്ചാർ എന്താണെന്ന് വെള്ളമില്ലാത്തതെന്ന് ചോദിച്ചു നോക്കണ്ട. അപ്പോൾ ഇത് ഇരിക്കും തോറും ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും, ആവശ്യമായ വെള്ളം എല്ലാം ഇറങ്ങും. അപ്പോൾ അത് അച്ചാറിന് ആവശ്യമായ ഉപ്പൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇടുക. ചിലർക്ക് ഒത്തിരി ഉപ്പ് വേണ്ടാത്തതുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പപ്പയ്ക്കൊന്നും അധികം ഉപ്പ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ആവശ്യമായിട്ട് ഓരോരുത്തരുടെ വീട്ടിലെ ആൾക്കാരുടെ ഇതിനനുസരിച്ച് ഉപ്പിൻ്റെ അളവുകൾ നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം. ഇരിക്കുന്നതാണ് ഇപ്പം തന്നെ ഞാൻ ഒഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒട്ടും ചാറില്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ചാറ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി, വെള്ള നാരങ്ങ അച്ചാർ, അതായത് കറി നാരങ്ങ അച്ചാർ. ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലങ്ങളിലും പല നാരങ്ങ എന്നാണ് പേര് പറയുക, ഞങ്ങളുടെ ഇവിടെ കറി നാരങ്ങ എന്ന് പറയും. അപ്പോൾ ഇതാണ് അച്ചാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് കഞ്ഞിയുടെയൊക്കെ കൂടുതലും വെറും മീൻസ് ചൂട് ചോറും ഈ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നമുക്ക് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ കാണാത്തവർ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.